കേരളത്തിൽ NSG യൂണിറ്റ് ആരംഭിക്കുന്നതിലൂടെ ഇസ്ലാമിക ഭീകരതയെ പൂർണ്ണമായി തുടച്ചു നീക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം. PFI ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ ഇന്ത്യ 2047 പദ്ധതി മുളയിലെ നുളുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാണ് കേരളത്തിലെ NSG ക്യാമ്പ്. ഡിസംബറിൽ സംസ്ഥാനത്തെ NSG ക്യാമ്പ് ആരംഭിക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഈ PFIയുടെ പദ്ധതി അത് വിഷൻ 2047 ഭാരതത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ അവർ പ്രവർത്തനങ്ങൾ എങ്ങനെ വ്യാപിപ്പിക്കുന്ന സമാന ചിന്താഗതിക്കാരെ യുവാക്കളെ ഉൾപ്പെടെ കണ്ടെത്തി അവരുടെ തലച്ചോറിലേക്ക് തീവ്രവാദ ആശയങ്ങളൊക്കെ കുത്തിവെച്ച് അങ്ങനെയാണല്ലോ ഈ സംഘടന മുന്നോട്ട് നീങ്ങുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലും NSG യൂണിറ്റ് ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, രാജ്യത്ത് തന്നെ ഇസ്ലാമിക ഭീകര ശക്തികൾ ഏറ്റവും കരുത്താർജിച്ച് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ തന്നെ ഈ വിഷയം പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ NSGയുടെ ഒരു പ്രത്യേക ക്യാമ്പ് കേരളത്തിൽ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. 3 സ്ഥലത്താണ് NSG ക്യാമ്പുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്ന് കേരളം, ഇതുകൂടാതെ ഉത്തർപ്രദേശിലെ അയോധ്യ, അതോടൊപ്പം തന്നെ പട്ടാൻകോട് എന്നീ 3 സ്ഥലങ്ങൾ. പട്ടാൻകോട് നമുക്കറിയാം സൈനിക താവളമുണ്ട്. മാത്രമല്ല അവിടെ മുൻപ് നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അത്തരം തന്ത്രപ്രധാന മേഖല എന്ന നിലയിൽ അവിടെ NSG ക്യാമ്പ് വരുന്നു. അതോടൊപ്പം അയോധ്യയെ സംബന്ധിച്ച് അവിടെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം അടുത്ത കാലത്ത് പൂർത്തിയായിട്ടുണ്ട്. അതിനാൽ രാമക്ഷേത്രത്തിന് കാലാകാലങ്ങളിൽ ശക്തമായ സുരക്ഷ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനാലാണ് അയോധ്യയിൽ ഒരു പോയിന്റായി അവിടെ NSG വരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്ലാമിക ഭീകരവാദത്തെ പ്രതിരോധിക്കുക എന്ന കൃത്യമായ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്ദേശം തന്നെയാണ്. കാരണം ആഗോളതലത്തിൽ തന്നെ മുസ്ലിം ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഒരു ഹബ്ബായി കേരളം മാറുന്ന ഒരു സാഹചര്യം അടുത്ത കാലത്ത് ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയുടെ തലസ്ഥാനമായ കൊളംബോയിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണം, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കേരളത്തിലാണ് നടന്നത് എന്നത് ശ്രീലങ്കയുടെ കരസേനാ മേധാവി തന്നെ BBC-ക്കും മറ്റും നൽകിയ അഭിമുഖത്തിനകത്ത് വ്യക്തമാക്കിയ കാര്യങ്ങൾ നമുക്ക് അറിയാം. ഒപ്പം അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമായ കാബൂളിൽ അവിടെ ഗുരുദ്വാരയിൽ മുസ്ലിം തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണം, അതിൽ മലയാളി ബന്ധം. അതോടൊപ്പം തന്നെ സിറിയ, അഫ്ഗാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അവിടെ അമേരിക്കൻ സൈന്യത്തിന് നേരെ ജിഹാദികൾ നടത്തുന്ന ഈ യുദ്ധം, അതിനകത്ത് മലയാളികൾ ധാരാളമായി ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് കേരളം മുസ്ലിം ഭീകരവാദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാകുന്നു എന്നുള്ളതാണ്. 2047 ലക്ഷ്യമിട്ടാണ് മുസ്ലിം ഭീകര ശക്തികൾ കേരളം കേന്ദ്രീകരിച്ച് ഭാരതത്തിൽ പ്രവർത്തിക്കുന്നത്. കാരണം 100ാം സ്വാതന്ത്ര്യദിനം രാജ്യം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഭാഗമായാണ് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഭീകര ശക്തികൾ ഇന്ത്യ 2047 എന്ന പേരിൽ ഒരു പദ്ധതി തന്നെ തുടങ്ങുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ കേരളം കേന്ദ്രീകരിച്ച് നടത്തുകയും ഒക്കെ ചെയ്തു. പിന്നീട് അത് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ 2022 സെപ്റ്റംബർ 28 പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും കേരളത്തിലെ സങ്കീർണമായ സാഹചര്യം കൃത്യമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മനസ്സിലാക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ 3 NSG യൂണിറ്റ് ആരംഭിക്കുന്നതിൽ അതിലൊന്ന് കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് അത് വേണം എന്നത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. ലക്ഷ്മി, ഗൗതം ഈ സൂചിപ്പിച്ചതുപോലെയാണ് IS-ന്റെ കേരള ഘടകം. മാത്രമല്ല ഇതെല്ലാം പല പേരുകൾ ആണെങ്കിലും ഒരേ ലക്ഷ്യത്തോടെയാണല്ലോ, ഒരേ തീവ്രവാദ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്നതാണല്ലോ. ഈ PFI നിരോധിത സംഘടനയാണെങ്കിൽ കൂടിയും അതിൻ്റെ പ്രവർത്തകർ തന്നെ വേഷം മാറി കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലേക്ക്, ഇടതു പാർട്ടിയിലേക്കൊക്കെ കടന്നു കയറിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അത് പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു പക്ഷേ ഈ രാഷ്ട്രീയ ആശയങ്ങൾ പുറത്തേക്ക് പറയുമ്പോൾ പോലും അതിലെ തീവ്രതയും അതിലെ വൈരാഗ്യവും എത്രത്തോളമാണ് എന്നുള്ളത്. പ്രത്യേകിച്ചും ഗൗതം സൂചിപ്പിച്ചതുപോലെ അയോധ്യയുടെ ഒരു പ്രാധാന്യം, മാത്രമല്ല പഠാൻകോട്ട് തന്ത്രപ്രധാനമായ പ്രാധാന്യം, അതിനൊപ്പം കേരളത്തിലും NSG യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും, ഈ തീവ്രവാദ ശൃംഖലകൾ എത്രത്തോളം വേരുറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ കേരളത്തിലേക്ക് കൂടി ഇത് വരുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന പോലീസിൻ്റെ കേന്ദ്രസേനയുടെയൊക്കെ സംയുക്തമായൊരു ഓപ്പറേഷനിലൂടെ ആയിരിക്കുമല്ലോ NSGയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലേ? ലക്ഷ്മി, അതുതന്നെയാണ്. അതായത് കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ, അതായത് IS റിക്രൂട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏറ്റവും അധികം ആളുകളെ IS-ലേക്ക്, അഫ്ഗാനിലേക്കും അതോടൊപ്പം തന്നെ സിറിയയിലേക്കും ഒക്കെ റിക്രൂട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കേസുകൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. ഒപ്പം പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് തൊട്ട് മുൻപ് നടന്നിട്ടുള്ള ഓപ്പറേഷൻ ഒക്ടോപ്പസ്, അതായത് ഈ ഭീകര സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ്
കേന്ദ്ര ഏജൻസികൾ IB-യും NIA-യും എല്ലാം സംയുക്തമായി ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന പേരിലൊരു ഓപ്പറേഷൻ 2022 സെപ്റ്റംബർ 20-നും 25-നും ഇടയിൽ നടന്നത്. അതിൽ PFI എന്ന ഭീകര സംഘടനയുടെ ഏതാണ്ട് ഇന്ത്യയിലെ നേതാക്കൾ, അതായത് അവരെ രാജ്യത്തൊട്ടാകെ നയിക്കുന്ന നേതാക്കളിൽ 98% കേരളത്തിൽ നിന്നുള്ള നേതാക്കളായിരുന്നു. അതായത് കേരളം കേന്ദ്രീകരിച്ചാണ് ഈ സംഘടന പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. കേരളത്തിൽ മാത്രമാണ് അവർക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ ഒരു ഭീകര സംഘടന എന്ന നിലയിൽ അവർക്ക് സ്വൈര്യവിഹാരം നടത്തുവാനോ കേരളത്തിൽ കാണുന്നത് പോലെ പരസ്യമായി പൊതുപരിപാടികൾ നടത്തുവാനോ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിന് അനുകൂലമായ സാഹചര്യം അവിടെ വല്ലാതെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇസ്ലാമിക ശക്തികൾക്ക്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലൊക്കെ വലിയ ശക്തിയുണ്ട്. അവരുടെ ശക്തി പ്രകടനങ്ങൾ അവിടെ നടത്താറുണ്ട്. അതിനാൽ നിരോധനത്തിന് ശേഷവും, നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ, കേന്ദ്ര ഏജൻസികളുടെ വിലയിരുത്തൽ എന്നത് നിരോധനത്തിന് ശേഷവും PFI-യുടെയും മറ്റും ഭീകരർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കേരളത്തിൽ ചേക്കേറുകയും ഇപ്പോഴും പ്രവർത്തിക്കുകയുമാണ്. CPM-നകത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലവിൽ ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. G. സുധാകരനെ പോലെയൊക്കെയുള്ള ആലപ്പുഴയിലെ നേതാക്കൾ പറയാതെ പറയുന്നത് ഇസ്ലാമിക ശക്തികൾ CPM-നെ വിഴുങ്ങുന്നു എന്നത് സംബന്ധിച്ചാണ്. ഒപ്പം UDF-ൽ മുസ്ലിം ലീഗ്, അതോടൊപ്പം തന്നെ കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളിലും ഈ മുസ്ലിം തീവ്രവാദികൾ കടന്നു കയറുന്നൊരു സാഹചര്യമുണ്ട്. അതിനാൽ സ്വാഭാവികമായും ഈ PFI-യുടെ നിരോധനം രാജ്യത്തൊട്ടാകെ നടപ്പാക്കി. അത് കേരളത്തിലും നിരോധനമുണ്ട്. എന്നാൽ ആ നിരോധനത്തിന് ശേഷവും അതിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ, പകൽ സമയങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത നേതാക്കന്മാരും അതിൻ്റെ അണികളും DYFI-യിലേക്കും അതല്ലെങ്കിൽ മറ്റ് യുവജന സംഘടനകളിലേക്കും ഒക്കെ ചേക്കേറി അവരുടെ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ കാര്യമായി നടക്കുന്നു എന്നതാണ് IB-യുടെയും മറ്റും റിപ്പോർട്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് NSG യൂണിറ്റ് വളരെ വേഗത്തിൽ തന്നെ കേരളത്തിൽ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഗൗതം, ഈ 3 സ്ഥലങ്ങളിലും യൂണിറ്റ് തുടങ്ങാൻ പദ്ധതിയിടുന്നത് ഈ വർഷത്തോടെ തന്നെ സാധ്യമാകും എന്നുള്ളതാണോ? അതിനെക്കുറിച്ച് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, കേരളത്തിൽ ഈ വർഷം അവസാനത്തോടുകൂടി, ഡിസംബറോടുകൂടി NSG-യുടെ യൂണിറ്റ് ആരംഭിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അയോധ്യയിലും കേരളത്തിലും ഒരുമിച്ചാകും പുതിയ യൂണിറ്റുകൾ വരുന്നത്. പട്ടാൻകോട് വളരെ വേഗത്തിൽ തന്നെ യൂണിറ്റ് സ്ഥാപിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ കേരളത്തിലും മറ്റും വലിയ സംഘർഷങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, മുൻപ് പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ കേന്ദ്രസേനയ്ക്ക് എത്തിപ്പെടുന്നതിലുള്ള കാലതാമസം, കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് കലാപങ്ങളോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ പ്രതികരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സന്നാഹം കേരളത്തിൽ, പ്രത്യേകിച്ച് NSG പോലെ വിദഗ്ധ പരിശീലനം ലഭിച്ചിട്ടുള്ള കമാൻഡോകളുടെ സാന്നിധ്യം കേരളത്തിൽ വേണം എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിരീക്ഷണം. പ്രത്യേകിച്ച് IB റിപ്പോർട്ടിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എത്തിയിരിക്കുന്നത്. അതിനാൽ ഈ 3 പോയിന്റുകൾ, അതിൽ അയോധ്യയുടെ പ്രത്യേകത നമുക്കറിയാം. അവിടെ നിലവിൽ പ്രശ്നങ്ങളില്ല. പക്ഷേ രാമക്ഷേത്രത്തെ സംബന്ധിച്ച് അതിന് കാലാകാലങ്ങളായി വലിയ സുരക്ഷ നൽകേണ്ട ഒരു സ്ഥലമാണ്, ഒരു പോയിന്റാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അയോധ്യയിൽ NSG യൂണിറ്റ് ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ പട്ടാൻകോടിൻ്റെ പ്രത്യേകതയെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അവിടെ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ചില ഭീകരാക്രമണങ്ങൾ, ഒപ്പം പാകിസ്ഥാൻ അതിർത്തിയോട് തന്നെ ഏതാണ്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഈ സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവിടെയും NSG യൂണിറ്റ് ആരംഭിക്കുന്നത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരവാദം കരുത്താർജിക്കുന്നു എന്നത് തന്നെയാണ് കേരളത്തിൻ്റെ പ്രത്യേകതയായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായൊക്കെ ബന്ധപ്പെട്ട് ധാരാളം ഭീകരരെ കേരളത്തിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവരെ ചോദ്യം ചെയ്തതിലൂടെയൊക്കെ ഈ 2047 ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇസ്ലാമിക ഭീകര ശക്തികളുടെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി കേരളം മാറുന്നു. പ്രത്യേകിച്ച് വടക്കൻ കേരളം മാറുന്നു എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അതിൻ്റെ രേഖകൾ, തെളിവുകൾ ഇതെല്ലാം തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് മറ്റും ലഭിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒരു ക്യാമ്പ് സംസ്ഥാനത്ത് അനിവാര്യമാണ്, ഒരു യൂണിറ്റ് അനിവാര്യമാണെന്ന നിഗമനത്തിലേക്ക് കേന്ദ്ര സർക്കാർ. ഈ NSG യൂണിറ്റ് വരുന്നതോടെ, ഗൗതം പറഞ്ഞതുപോലെ ഈ വർഷാവസാനത്തോടെ അത് പ്രവർത്തനക്ഷമമാകുമെന്ന് പറയുമ്പോൾ സംസ്ഥാന പോലീസും കേന്ദ്രസേനയും ചേർന്നൊരു സംയുക്ത നിരീക്ഷണം, അത് ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരെ, സംസ്ഥാന കേന്ദ്ര പോലീസുകളിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥർക്ക് NSG പിന്തുണയ്ക്കാനുള്ള അവസരം ഒരുങ്ങുന്നൊരു സാഹചര്യം. ഗൗതം, ഈ കേരള ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ആഴ്ച നൽകിയ ഒരു വാർത്തയാണ്, ക്യാറ്റ്സ് എന്ന് വിളിപ്പേരുള്ള, അത് സത്യത്തിൽ നിർജീവമാണ് ഇവിടെ. പ്രത്യേകിച്ചും ഇവിടുത്തെ ഒരു സാഹചര്യം എത്രത്തോളം ഗുരുതരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ രൂപീകരിച്ചൊരു സംവിധാനം ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ്, അത് മികച്ച രീതിയിൽ പ്രവർത്തനക്ഷമമാക്കാൻ, അത് കാര്യക്ഷമമായി ആ ഒരു സേനയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമാണ് എന്ന് പറഞ്ഞ പോലീസ് മേധാവി തന്നെ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചൊരു സാഹചര്യമുണ്ട്. പക്ഷേ കേരളത്തിലെ സാഹചര്യം എങ്ങനെയാണ് എന്ന് തുറന്ന് സമ്മതിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഉൾക്കൊണ്ട് വോട്ട് ബാങ്കിനപ്പുറത്തേക്ക് പ്രവർത്തിക്കാൻ സംസ്ഥാന ഭരണകൂടം കൂടി തയ്യാറാകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ടല്ലോ.
ലക്ഷ്മി, സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരള പോലീസിനെ സംബന്ധിച്ച് ഇത്തരം ഭീകര ശക്തികളെ മനസ്സിലാക്കുന്നതിലോ അല്ലെ അവരെ കാര്യമായി പ്രതിരോധിക്കുന്നതിനോ കേരള സംസ്ഥാന പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് സമീപകാലത്ത് നടന്നിട്ടുള്ള സംഭവവികാസങ്ങൾ കേന്ദ്ര ഏജൻസികളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമൊക്കെയായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ഒക്ടോപ്പസ് നടക്കുമ്പോൾ അത് കേരള പോലീസിൽ നിന്നും മറച്ചു പിടിച്ചുകൊണ്ടാണ് IB-യും NIA-യും അടങ്ങുന്ന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കേരളത്തിലെത്തി ഓപ്പറേഷൻ വിജയകരമായി നടത്തി മടങ്ങിപ്പോയത്. അന്ന് കേന്ദ്ര ഏജൻസികൾ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് PFI നേതൃത്വത്തിലേക്കും മറ്റ് ഭീകരരിലേക്കും എത്തും. കാരണം പച്ചവെളിച്ചം പോലെയൊക്കെയുള്ള ഗ്രൂപ്പുകളുടെ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. കേരള പോലീസിനകത്ത് തന്നെ ഈ ഭീകര സംഘടനകൾക്ക് കാര്യമായ സ്വാധീനമുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന ഓപ്പറേഷനുകൾ സംബന്ധിച്ച് കൃത്യമായ ധാരണ കേരള പോലീസിലെ ഇത്തരം ഗ്രൂപ്പുകൾക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ കേന്ദ്ര ഏജൻസികളെ സംബന്ധിച്ച് ഇത്തരം ആഗോള ഭീകര ശക്തികളെ നേരിടുന്ന ഘട്ടത്തിൽ അത് സംസ്ഥാന പോലീസുകളെ കൂടെ നിർത്തിക്കൊണ്ട് അത്തരം ഓപ്പറേഷനുകൾ നടത്തുന്നതിൽ കേന്ദ്ര ഏജൻസികൾക്ക് തീരെ താല്പര്യമില്ല എന്നതാണ് വസ്തുത. കാരണം രഹസ്യങ്ങൾ കൃത്യമായി ചോർന്നു പോകുന്നു. പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ അവിടെ ഭരണത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഇസ്ലാമിക സംഘടനകൾക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പല സ്ഥലങ്ങളിലും പത്തനംതിട്ടയിൽ തന്നെ കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്താണെങ്കിലും പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഇതൊക്കെ ഭരിക്കുന്നത് തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള SDPI-യും CPIM-ഉം ചേർന്നാണ്. മുൻപ് അബ്ദുൽ നാസർ മദനിയെ പോലെയുള്ള കൊടും ഭീകരനെ മറ്റ് സംസ്ഥാന പോലീസുകൾ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ കേരള നിയമസഭയിലെ 140 MLA-മാർ, അത് ഇരു മുന്നണികളും മദനിയെപ്പോലത്തെ കൊടും ഭീകരനെ പിന്തുണച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കുന്ന ചരിത്രമൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഇതെല്ലാം കേന്ദ്ര ഏജൻസികൾ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അതിനാൽ സംസ്ഥാന പോലീസിനെ കൊണ്ടോ സംസ്ഥാനത്ത് നിലവിലുള്ള ഭരണ സംവിധാനങ്ങളെ കൊണ്ടോ പോപ്പുലർ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ അത്തരം ഭീകര സംഘടനകളെയോ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന കൃത്യമായ ധാരണ കേന്ദ്ര സർക്കാരിനുണ്ട്, പ്രത്യേകിച്ച് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നേരിട്ട് കേന്ദ്ര ഏജൻസികൾ തന്നെ കേരളത്തിൽ പിടിമുറുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. NIA യൂണിറ്റുകൾ മുൻപ് ഉള്ളതിനേക്കാട്ടിൽ കൂടുതൽ കാര്യക്ഷമമായാണ് NIA-യുടെ പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നത്. ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ, CBI, ഇത് കൂടാതെയാണ് ഇപ്പോൾ നേരിട്ട് ആക്ഷനിലേക്ക് എത്തുന്ന NSG-യും മറ്റും കേരളത്തിൽ സജ്ജമാകുന്നത്.